2022 കോഴിക്കോട് നവസങ്കല്പ ചിന്തൻ സംഘടിപ്പിച്ചത് സംഘടനാ പ്രവർത്തനത്തിന് ദിശാബോധം നൽകാൻ സാധിച്ചു. തുടർന്നുള്ള 2 വർഷങ്ങളിലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവ് വയനാട് നടത്തുവാനും നമുക്ക് നമ്മുടെ മുഴുവൻ നേതാക്കളെ പങ്കെടുപ്പിച്ച് പാർട്ടിയുടെ പ്രവർത്തന പരിപാടികൾക്ക് മാർഗരേഖയാക്കാനും സാധിച്ചു എന്നത് അറിയാം. അതിൽ നമുക്ക് അഭിമാനിക്കാം. സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ക്രിയാത്മകമായ ചർച്ചകളിലൂടെ സംഘടനയെ ശാക്തീകരിക്കാനും സാധിച്ചുവെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. എക്സിക്യൂട്ടീവ് മിഷൻ 2025 രേഖ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ തന്ത്രം വിശദീകരിക്കുന്ന കലണ്ടർ തയ്യാറാക്കി അത് ഉള്ള പ്രവർത്തനങ്ങളാണ് നാം മുന്നോട്ട് കൊണ്ടുപോയത്. മഹാറാലികളും പദയാത്രകളും, വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം, മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ ആഘോഷം എന്നിവയുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഞങ്ങൾ രൂപം നൽകി. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ പങ്കെടുപ്പിച്ച് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയും അതിന്റെ ഭാഗമായി 5 മേഖലാ പദയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹ റാലിയിലെ 1 ലക്ഷം പേരാണ് പങ്കെടുത്തത്. കോൺഗ്രസിന്റെ റാലി പങ്കെടുത്ത റാലി സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നേയുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ച് തൃശൂരിലെ മഹാജനസഭ സംഘടിപ്പിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. മഹാജനസഭയിലെ ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ വൈസ് പ്രസിഡന്റുമാർ, മണ്ഡലം മുതൽ AICC തലം വരെയുള്ള ഭാരവാഹികൾ, പ്രവർത്തകരുമായ 75,000-ഓളം ആളുകൾ പങ്കെടുത്ത നേതൃത്വ സംഗമം സംഘടിപ്പിച്ചതിലൂടെ തട്ടിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം നൽകാൻ നമുക്ക് സാധിച്ചു. 1 ലക്ഷത്തോളം പേരെ അണിനിരത്തി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലി കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള എക്കാലത്തെയും നിലപാട് വീണ്ടും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ CPM പുലർത്തിയ ഇരുണ്ടത്താപ്പ് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ പതിനായിരങ്ങളെ അണിനിരത്തി റാലി നടത്തി. ഏക സിവിൽ കോഡ് വിഷയത്തിലും 1,00,000-ലധികം പേർ പങ്കെടുത്ത റാലി. സമരാഗ്നി ജാഥയുടെ ഭാഗമായി 22 മെഗാ റാലി. പെരിയാറിൽ പീഡിപ്പിച്ച കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മകളെ മാപ്പ് എന്ന പേരിൽ 5000 വനിതകളെ പങ്കെടുപ്പിച്ച ജനകീയ കൂട്ടായ്മ. സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഞാൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. DCC പ്രസിഡന്റുമാരും KPCC ഭാരവാഹികളും അടങ്ങുന്ന എന്റെ ടീം വളരെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നെനിക്കറിയാം. അവരോടുള്ള എന്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു. KPCC നടപ്പാക്കിയ നൂതനമായ ആശയമായിരുന്നു 137 ചലഞ്ച് ക്രൗഡ് ഫണ്ടിംഗ് ആശയമായ ഈ പദ്ധതി. കോൺഗ്രസിന്റെ ഓരോ ജന്മവാർഷികത്തിലും ജന്മസമ്മാനമായി പൊതുജനങ്ങളിൽ നിന്ന് ധനസമാഹരണം എന്ന ആശയത്തിന് വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചത്. 137 ചലഞ്ച്, 138 ചലഞ്ച് എന്നീ പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുകയും പിന്നീട് AICC തന്നെ ആ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പാക്കിയതിൽ നമുക്ക് വളരെയേറെ അഭിമാനിക്കാനുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെയും നടത്തിയത്. അതോടൊപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിലും സാമ്പത്തിക പിന്തുണ നൽകാൻ നമുക്ക് സാധിച്ചു. ഈ ഫണ്ടിൽ നിന്നായിരുന്നു. ഏറ്റവും അഭിമാനകരമായ കാര്യമായി ഞാൻ നോക്കിക്കാണുന്നത് നെയ്യാറിലെ 2 രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് 3.5 കോടിയോളം രൂപ വരുന്ന ബാങ്ക് കുടിശ്ശിക പൂർണ്ണമായി അടച്ചു തീർത്ത് ഇന്നൊരു രൂപ പോലും ബാധ്യതയില്ലാത്ത സ്ഥാപനമായി അത് മാറ്റി എന്നതിലാണ്. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ജയ് ഹിന്ദ് ചാനലിനെയും വീക്ഷണം പത്രത്തെയും പരമാവധി സഹായിക്കാൻ KPCCക്ക് സാധിച്ചിട്ടുണ്ട്. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ലീഡർ സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ വേണ്ട പ്രാരംഭ ധനസമാഹരണം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ പണം പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി സമാഹരിച്ച ഏതാണ്ട് 4 കോടിയോളം രൂപ ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കെട്ടിടത്തിന്റെ പ്രവർത്തനം അടിയന്തര നമ്മൾ ആരംഭിക്കും. കഴിഞ്ഞ 4 വർഷവും പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു. അവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രവർത്തകനെ സംരക്ഷിക്കാൻ
ഏതറ്റം വരെയും ഞാൻ പോയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നത് എന്റെ വിശ്വാസം. എനിക്കാരെയും ഭയമില്ല. എന്റെ പ്രവർത്തകരും ആരെയും ഭയപ്പെടാനില്ല എന്നതാണ് എന്റെ ഒരു രാഷ്ട്രീയ ബോധ്യം. ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് എന്റെ ലൈൻ. എന്നെ ജയിലിലടക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട്. നെഞ്ചിന് 56 ഇഞ്ച് അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടുമൊക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റമുണ്ടാക്കിയിട്ടില്ല. ഞാൻ തുടർന്നും പ്രവർത്തിക്കൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. എനിക്ക് തന്ന സഹകരണത്തിന്, സ്നേഹത്തിന്, പിന്തുണക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. അതോടൊപ്പം കഴിഞ്ഞ 4 വർഷക്കാലം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എന്നിൽ പൂർണ്ണ വിശ്വാസം, പിന്തുണയും അർപ്പിച്ച AICC നേതൃത്വത്തിനും പ്രിയപ്പെട്ട AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെജിക്കും എന്റെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയോടുമുള്ള എന്റെ ഏറ്റവും സ്നേഹവും കടപ്പാടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം രാഹുൽ ഗാന്ധി എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സഭയായ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമായി ഈ എളിയവനായി എന്നെ നിയമിച്ച നേതൃത്വത്തോട് ഏറെ നന്ദി അറിയിക്കുന്നു. വരാൻ പോകുന്ന വിശ്രമരഹിതമായ പ്രവർത്തനത്തിന്റെ നാളുകളാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിന് അറുതി വരുത്താൻ ഇനി മാസങ്ങൾ ബാക്കിയുള്ളൂ. അതോടൊപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ ഫാസിസ്റ്റ് സർക്കാരിനെയും താഴെ ഇറക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ബോധ്യത്തോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നമുക്ക് പ്രവർത്തിക്കാം.